കാരണം ആ ഒരു ജീൻ ഉണ്ടാക്കിയെടുത്തതില് ഇപ്പം അതിന്റെ അച്ഛനമ്മ അതെങ്ങനെയാണ് ചേർന്നത്? അതിന്റെ അച്ഛന് പറഞ്ഞ അമ്മ വന്ന് എന്റെ അടുത്ത് ഒരു 26 ചില്ലറ പറഞ്ഞതാണ്, 26 ചില്ലറ പറഞ്ഞതാണ് അമ്മ ടേണില്. അപ്പോ നമ്മളെ ഈ വീട്ടിലാണ്, ചെറിയ വീട്ടിൽ. അപ്പൊ അതിന്റെ ജനറേഷനെ കൊണ്ടുപോയി മേളിൽ കൊണ്ടുപോയി പറത്തണ ഇതിനെ മേളിൽ കൊണ്ടുപോയി പറത്തി പ്രാവ് കണ്ടിച്ച് മാറി അവിടെ ഇവിടെ ഇരിക്കാൻ തുടങ്ങി. അപ്പൊ തള്ളയെ പറത്താനാണ് വെച്ചിട്ട് ഇതൊക്കെ വെട്ടി മുറിച്ചു വെച്ചിട്ട് നമ്മളെ ജ്യോതി മുരുകന്റെ അടുത്ത് ഒരു അണ്ണൻ ഇല്ല ഈ ജ്യോതി മുരുകൻ കടപ്പാടിന്റെ അണ്ണനല്ല, ഈ ജ്യോതി മുരുകൻ അതിന്റെ ഫ്രണ്ട് വേറെ നമ്മളെ റിലേഷൻ തന്നെ. அவங்க ரிலேஷன் அது கடப்பாயே நம்மளோட ரிலேஷன் தானே, ஜோதி முருகன் ரிலேஷன் தானே. ஜோதி முருகன் நம்ம அம்மாயியம்மன் மகன். அப்போ அந்த ஆணை இந்த 26 പഴയ പറന്ന പെട്ടയും എടുത്തതിൽ ഉള്ള കുട്ടിയാണ് ഇത്. അതാണ് പോണ വർഷം 21 പറഞ്ഞത്, இந்த വർഷം 23. കഴിഞ്ഞ ആദ്യത്തെ ടേമിൽ തന്നെ ഞാൻ ഈ പ്രാവനെ കണ്ടിട്ട് എന്താ പറഞ്ഞു, ഇതല്ല ഇതിന്റെ പറവ ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ, പറഞ്ഞല്ലേ ചില്ലറ പറഞ്ഞു ഇതല്ല ടോണി ഇതിന്റെ പറവ. അത് 20 മണിക്കൂർ താണ്ടി പറക്കുമ്പോ കണ്ണിന് ചെറിയ വെട്ട് കണ്ണ് പറഞ്ഞല്ലേ. ഇപ്പൊ അത് ചന്ദ്രക്കല പോലെ അതൊരു പറവ, സൂപ്പർ പറവ. പ്രാവിനെ കണ്ട ഇപ്പൊ ഈ ലെങ്സും കാര്യവും കൊണ്ടിട്ട് പ്രാവ് മേടിക്കാൻ നോക്കി നടക്കുന്നവരൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രാവർത്ത അറിഞ്ഞൂടാ. അത് ഓരോരുത്തരുടെ വിശ്വാസം. എങ്ങനെ ലെങ്സ് കൊണ്ടുവച്ച് നോക്കും, അല്ല അത് ഓരോരുത്തർ ഓരോ രീതിയിൽ ചെയ്യുന്നതാണ്. പെട്ട വന്ന് നമ്മ 26 പണ്ടത് പറഞ്ഞെങ്കിൽ തഹസിൽദാർ പെട്ട അതോടെ അപ്പ കൊടുത്തത് വന്ന് ജ്യോതി മുരുകൻ ഉங்க ഫ്രണ്ട് ജ്യോതി മുരുകൻ சொன்ன ഒരാള് ജ്യോതി മുരുകൻ. அந்த ലൈനേജിൽ നിറയെ പുറാക്കൾ എടുത്ത് വെച്ച് അതിന്റെ ലൈനേജില് ആകെ മൊത്തത്തെ 3 കുട്ടി എടുത്ത് വെച്ചിരിക്കുന്ന 2 എണ്ണം കൊടുത്തു വേറെ ആൾ കൊടുത്തു. ഓക്കെ അതിപ്പോ നമ്മ അതിൽ കൊടുത്തിരിക്കും. ശരി, ഇപ്പൊ വേറെ പുറാക്കൾ ഇതിന്റെ നമ്മളുടെ അടുത്ത് ഈ പറഞ്ഞ പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് വേറെ ഒരു 2020 നമ്മ ശ്രീത്രയിലല്ല നമ്മ 2046 പറഞ്ഞ അന്താണ് അതിന്റെ ജനറേഷനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. തഹസിൽദാർ ലൈനേജില് കണ്ണ് ഹിസ്റ്ററി കളറിൽ വെച്ചാൽ ഫസ്റ്റ് വീഡിയോയിൽ അതാണ് ശ്രീത്രയില് 2046 പറഞ്ഞത്. இதுல வந்து நீங்க இப்போ இந்த வருஷம் வந்து இப்போ அதிகம் பட்டா எடுத்துட்டு இப்போ இந்த புறாவை விடுறதுக்கு என்ன காரணம்? ഇപ്പൊ ഇന്നത്തെ പ്രായം വിടുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ 3 ജനറേഷൻ എടുക്കുന്ന ഇത് എങ്ങനെ പോയാലും നമുക്കത് ഒന്നും ചെയ്യത്തില്ല, നമ്മളെ ഒന്നും പാലിക്കൂല, കഷ്ടപ്പെടുത്താതെ നമ്മളെ ഇതിന്റെ അച്ഛനും അമ്മയും എടുക്കുന്നത്, അതിന്റെ അച്ഛനും അമ്മയും എടുക്കുന്നത്. അതുകൊണ്ട് ഇത് പണം തന്നെ ഇവന്റെ ജീവിതത്തെ നശിപ്പിച്ചാലും വൈരി പിടിച്ചാല് എല്ലാവരും പ്രശ്നമില്ല. നമുക്ക് കിടച്ചാ இந்த மாதிரி കപ്പ് കളിക്കും, இல்லனா വൈരി പിടിച്ചാ പോട്ട്. അതിന്റെ ജനറേഷൻ നമുക്കിട്ട് ഇരിക്കും. அந்த ധൈര്യം தான் இந்த വിട്ട്. ഇപ്പോഴും ചിലവർ ഉടനെ അത് എന്തെങ്കിലും അങ്ങനെ അല്ല. നമ്മൾ ഇപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ ഇതിന്റെ മോൻ അടുത്ത് സെലക്ട് ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ പിന്നെ ഈ 1 കൊല്ലം 1.5 കൊല്ലത്തിൽ പ്രാവനം വിടൂല്ല. 1 കൊല്ലത്തിൽ നമ്മൾ പറത്തി റെഡിയാക്കി 2ാമത്തെ കൊല്ലത്തിൽ പ്രാവ് പറത്തുള്ളൂ. ആദ്യത്തെ കൊല്ലത്തിൽ പ്രാവ് പറത്തി ചെറുതാക്കി വെട്ടി വെച്ചിട്ട് 2ാമത് വർഷത്തിലാണ് പറത്തുന്ന ഫുൾ എനർജി അറിയാൻ കഴിയും. പക്ക ഹെൽത്ത് വരും. ഇത് ആദ്യം തന്നെ വിട്ടാൽ ചിലപ്പോ 10-12 നമ്മള് ലൈവ് ചിലവർ 10 നമ്പർ പറത്തിയാൽ ചിലപ്പോ പരമാവധി പറഞ്ഞത് എവിടെയെങ്കിലും പോയി കളയും. അവരുടെ കണ്ടിട്ട് ഇപ്പൊ നമ്മളെ പുറത്തെയാണല്ലോ, നമ്മളെ പറ്റുന്ന രീതിയിൽ അധ്വാനിക്കാൻ പറ്റുള്ളൂ. അതെ, നമുക്ക് വർക്ക് ഉണ്ട്, അതുണ്ട്, എപ്പോഴും பார்த்துட்டு இருக்க முடியாது. அதுக்கு கண்டிஷன் எப்பவும் மோசமா இருக்கு. அப்போ நமக்கு பார்த்துட்டு இருக்க முடியாது. முன்னாடியே கொஞ்சம் டைம் பறத்தி வச்சுட்டு இருந்தா அடுத்த வருஷம் ஹெல்த்தான பறக்கும். முடியலனால அது வீட்டுல வந்துருக்கும். നമ്മളെന്ന ഓർത്തര പോലെ ലൈറ്റ് അണച്ചിട്ടിട്ട് അവൻ പറക്കട്ടെ നിൽക്കില്ല. വയ്യാതെ വന്നാൽ ഇല്ലെങ്കിൽ പറക്കണം. ലൈറ്റ് ഫുൾ ടൈം പകലിൽ ഇപ്പൊ എത്ര വട്ടമുണ്ടോ ഞാൻ பார்த்தேன். அந்த டியூப் லைட் போட்டுட்டு தான் எக்ஸ்ட்ரா தரலைட் அன்னைக்கு போடல. அன்னைக்கு ஒரு விஷயம் നടந்து നമുക്കത് വിഷയമില്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് വരുന്നവർ അത്ര വരും നമുക്ക് ശത്രുവായാലും നമുക്ക് വിഷയമില്ല. ഇരുട്ടത്ത് പ്രാവ് ഇരിക്കും എന്നാണ് ഒരു 0 വാട്ട് ബൾബിൽ ഇരിക്കും. നമ്മളത് പുതിയ ആൾക്കാരെ ഇരുന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ഒരു ലൈറ്റ് കൂട്ടിയിരിക്കുന്നത്. ഈ ഓൾഡ് മേനെല്ലാം ഒരു ചിന്ന വട്ടത്തിൽ ഇരുന്ന് തന്നെ കൂട്ടുകൊള്ളു പോയിക്കൊള്ളു. ഈ അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്,